അപ്പോൾ നമസ്കാരം പിള്ളേരെ, നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ പൈത്തൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഞാൻ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ മെസ്സേജ് പരമാവധി വോയിസൊക്കെ അയച്ചോളൂ. പെട്ടെന്ന് കേട്ട് പെട്ടെന്ന് ഉത്തരം പറയുമല്ലോ, അത് നല്ലത്. ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നാണ് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര്. ഇപ്പം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിങ്ങൾക്ക് ഇതിന് ലാബില്ല, യൂണിവേഴ്സിറ്റി ലാബ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നാലും നമുക്ക് കിട്ടാവുന്ന സമയത്ത് ലാബ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലാബ് ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ലാബിൽ പോയിട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇൻട്രഡക്ഷൻ ടു പൈത്തൺ. എന്താണ് പൈത്തൺ? ഒരു പക്ഷേ നിങ്ങൾ ഈ പേര് കുറേ നാൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും, എപ്പോഴെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പൈത്തൺ എന്നുള്ളതൊക്കെ. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നെങ്കിലും കുറച്ച് പേർക്ക് അറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പൈത്തൺ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ പൈത്തൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പടമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതായിരുന്നില്ല ഇതിൻ്റെ ആദ്യത്തെ സിമ്പിള്. ആദ്യം ഒരു പാമ്പ് നിൽക്കണ പോലത്തെ ഒരു സിമ്പിളായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പൈത്തൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്താ, കുറേ പേർക്ക് അറിയാൻ പറ്റും. എന്താ, മലമ്പാമ്പ്. അതാണ് ഈ പൈത്തൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഈ പൈത്തൺ എന്ന് പറഞ്ഞ ഒരു പേര് ഈ ഒരു ലാംഗ്വേജിന് ലഭിച്ചതെന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. വൈ ഈസ് ഇറ്റ് കോൾഡ് പൈത്തൺ? അപ്പോൾ എങ്ങനെയാണ് പൈത്തൺ എന്നുള്ള പേര് ലഭിച്ചത്? ഈ പൈത്തൺ ഉണ്ടാക്കിയ ആളുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡോ വാൻ റോസം. അപ്പോൾ നിങ്ങളിത് എഴുതി വെച്ചോളൂ. ഇതുണ്ടാക്കിയ അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് ഗൈഡോ വാൻ റോസം. ഇദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ്, ഒരു കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഈ പൈത്തൺ. ആൾ ഈ ലാംഗ്വേജ് ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്ക് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു പേരും വേണം, എന്നാൽ ഒരു യുണീക്ക് പേരും ഈ ഒരു ലാംഗ്വേജിന് വേണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾ ഈ ലാംഗ്വേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ മോണ്ടി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് വായിക്കാനിടയായത്. ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇതൊരു കോമഡി ബുക്കാണ്. ഞാൻ വായിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. 1970s ഇറങ്ങിയൊരു ബുക്കാണ്. അതൊരു കോമഡി ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അതിലത്തെ പൈത്തൺ എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം ശ്രദ്ധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനൊരു മുൻധാരണ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു പേരുമാവണം, എന്നാൽ വേറെ ഒന്നിനും ഈ പേര്, അതായത് വേറൊരു ലാംഗ്വേജിനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനോ ഈ പേര് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ഉദ്ദേശിച്ച് നോക്കിയാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് മലമ്പാമ്പെന്ന് പേരിടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് മലമ്പാമ്പെന്ന് പേരിടും. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ ഒരു പേര് വേറെ ഒരു കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലാംഗ്വേജിന് പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് വേണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ആക്ച്വലി പേര് തീരുമാനിച്ചത് 1970s. അതായത് ഈ പൈത്തൺ എന്ന് പറഞ്ഞ പേര് ഈ ലാംഗ്വേജിന് ഇട്ടത്. പക്ഷേ ഈ ലാംഗ്വേജ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 1980 ആളത് റിലീസ് ചെയ്തത്, ഈ പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. അതിന് മുമ്പേ ആളത് ഉണ്ടാക്കിയിട്ട് ആൾ തന്നെ അതിന് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൈത്തണ്. പക്ഷെ 1980 ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. പക്ഷെ ആ ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിനെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മാത്രമാണ് ഈ പൈത്തൺ എന്ന ലാംഗ്വേജ് ലോകത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം 1989 എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. പൈത്തൺ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് കുറച്ചും കൂടി നല്ല ലാംഗ്വേജാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ല ലാംഗ്വേജ് എന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 1989. അതിനുശേഷം അത് ഒരുപാട് വേർഷൻസ് അതിനെ ഉണ്ടായി, 1.1, 1.2 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു പുതിയൊരു പൈത്തൺ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് 2.0 എന്ന് പറഞ്ഞൊരു വേർഷൻ അത് ജനറേറ്റ് ചെയ്ത് 2000 പിന്നെയും അത് വളർന്നു 3.0 എത്തി 2008. ഇപ്പോൾ ഈ 3.0ന്റെ കണ്ടിന്യൂഷൻ വേർഷൻസ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പൈത്തൺ എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഗൈഡോ വാൻ റോസം, അതേപോലെ ഈ മോണ്ടി
പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്നാണ് ഈ ലാംഗ്വേജിന് പൈത്തൺ എന്നുള്ള പേര് വന്നത്. 1980s അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 89-ലാണ് അത് നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ 2.0 എന്ന് പറഞ്ഞ വേർഷൻ 2000, 3.0 എന്ന് പറഞ്ഞ വേർഷൻ 2008. ഇതാണ് ചെറിയൊരു പൈത്തൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി എന്തൊക്കെയാണ് ഈ പൈത്തണിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ ഓവർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജനറലായിട്ട് എന്താണ് പൈത്തൺ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് പൈത്തൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ ലാംഗ്വേജും പറയണ പോലെ പൈത്തൺ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഇൻ്റർപ്രറ്റഡ് ആണ്. ഹൈ ലെവൽ എന്നുള്ള വാക്ക് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. C++, ജാവ, ഇതൊക്കെ ഹൈ ലെവൽ പ്രോഗ്രാംസ് തന്നെയാണ്. അത് ഇൻ്റർപ്രറ്റഡ് ആണെന്ന് പറയാൻ കാരണം ഈ ഗേഡോ വാൻ റോസ് എന്ന് പറഞ്ഞ ആള് ഈ ലാംഗ്വേജ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്, ആൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തതല്ല. ആൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മുടെ പല മലയാളത്തിലെയും സംവിധായകർ ചെയ്യണ പോലെ തന്നെ കുറേ സിനിമകൾ കണ്ടിട്ട് ആ സിനിമകൾക്കെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊരു സിനിമയാക്കി. അതേപോലെ ഇദ്ദേഹം പല ലാംഗ്വേജും എടുത്തിട്ട് പല ലാംഗ്വേജിൻ്റെ എല്ലാ ലാംഗ്വേജിനെയും നല്ല നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് അത് വളരെ സിമ്പിളായിട്ട് അത് ഒരു പുതിയ ലാംഗ്വേജ് ഒക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇൻ്റർപ്രറ്റഡ്. അതായത് പലരിൽ നിന്ന് കൂട്ടി യോജിപ്പിച്ച് വന്ന ലാംഗ്വേജ് ആണ് പൈത്തൺ. അതൊരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. ജനറൽ പർപ്പസ് എന്ന് പറയാൻ കാരണം C++, ജാവ അങ്ങനത്തെ ലാംഗ്വേജുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഈ പൈത്തൺ സബ്ജക്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈത്തൺ ലാംഗ്വേജ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് വന്നിട്ടുള്ളത് സബ്ജക്റ്റ് കോറായിട്ടല്ല വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് ജനറൽ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാബ് ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല പഠിക്കണേ, ഇത് ഫിസിക്സുകാർ പഠിക്കും, കെമിസ്ട്രിക്കാർ പഠിക്കും, മാത്സുകാർ പഠിക്കും, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിലുള്ളവർ ഈ പൈത്തൺ പഠിക്കും. കാരണം എന്താ, ഇത് അത്രയും സിമ്പിളാണ്. അത് നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഇത് അത്രയും സിമ്പിളാണ്. അതുകൊണ്ടാണ് ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒപ്പം ഡൈനാമിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈമിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒപ്പം നമ്മൾ കോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ എറർ കാണിച്ചു തരും നമുക്ക്. ഇപ്പോൾ C എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഡൊക്കെ ചെയ്തതിന് ശേഷം അത് റൺ ചെയ്യുമ്പോഴാണ് ഇന്ന എറർ ഇന്ന ലൈനിലുണ്ടെന്നൊക്കെ കാണിച്ചു തരാം അല്ലേ. ഇത് നമ്മളൊരു ലൈൻ അടിച്ചു കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് നമുക്ക് കാണിച്ചു തരും ഇന്ന ഭാഗത്ത് എററുണ്ട്, കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് കാണിച്ചു തരും. അപ്പോൾ അതാണ് പൈത്തൻ്റെ പ്രത്യേകത. ഇനി അടുത്ത പ്രത്യേകതയാണ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പറയാൻ കാരണം വേറൊന്നല്ല അല്ലേ, ബാക്കിയുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ C-ലെ അല്ലെങ്കിൽ C++ൻ്റെ ഒരു ലൈൻ ഓഫ് കോഡ് ടൈപ്പ് ചെയ്യണം, ഒരു വാക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ system.out.println എൻ്റർ ദ മെസ്സേജ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം, സെമികോളനൊക്കെ വേണം അല്ലേ. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ഹലോ അടിച്ചു കഴിഞ്ഞാൽ ഹലോ എന്ന വാക്ക് പ്രിന്റ് ചെയ്യും. അത്രയും എളുപ്പമാണ് ഈ പൈത്തൺ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ possess a property of code termed reusability. ഇതാണ് പൈത്തനെ ഏറ്റവും അപ്രീഷിയേറ്റ് ആവുന്ന കാര്യം, റീയൂസബിലിറ്റി. അതായത് ഒരു കോഡ് ചെയ്ത ഇരിക്കലേ തന്നെ ആ കോഡിൻ്റെ ഇടയിൽ നിന്ന് വേറൊരു മൊഡ്യൂൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഞാൻ പ്രോഗ്രാമിംഗ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് റീയൂസബിലിറ്റി ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓവർവ്യൂവിലെ ലാസ്റ്റ് പോയിന്റ് ആണ് the syntax of Python programs can express concept in fewer lines as compared to program in C++, Java. എന്താ, നമുക്ക് പലപ്പോഴും ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞു പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് കടെടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. C++, ജാവ തുടങ്ങിയ ലാംഗ്വേജിൽ നിന്ന് കടെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വളരെ ചെറിയതായിട്ട്, അതായത് ഫീവർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു C++ന് നിങ്ങൾ ഒരു 10 വരി ലൈൻ അടിക്കുന്നുണ്ടെങ്കിൽ അതേ പ്രോഗ്രാം തന്നെ ഇതിലടിക്കുകയാണെങ്കിൽ ഒരു 5 വരി വരില്ല, 5 or 6. അതായത് ഒരു 60% ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ 60% ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം ലാംഗ്വേജിൽ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത്രയും ചെറിയ ലൈൻസാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഓവർവ്യൂ. എന്താണ്, അതൊരു ഹൈ ലെവലാണ്, ഇൻ്റർപ്രറ്റഡ് ആണ്, ജനറൽ പർപ്പസ്, ഡൈനാമിക് ആണ്, വൈഡ്ലി പ്രോഗ്രാമിംഗ് ആണ്, റീയൂസബിലിറ്റി ഉണ്ട്, ഒപ്പം എന്താണ്, ഫ്യൂവർ ലൈൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ഇട്ട് എഴുതി വയ്ക്കാം, കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പൈത്തൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഫീച്ചറാണ് ദ കോഡ് റിട്ടൺ ഇൻ പൈത്തൺ ഈസ് ഓട്ടോമാറ്റിക്കലി കമ്പൈൽഡ് ടു ബൈറ്റ് കോഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളൊരു വരി എഴുതി കഴിഞ്ഞാൽ C-ലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്തിട്ട്
അത് കമ്പൈൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഏതൊക്കെ ലൈൻസ് എറർ ഉണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി ഓരോ ലൈൻ കഴിയുമ്പോഴും അത് ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് എല്ലാം കാണിച്ചു തരാം. അതിൽ എറർ ഉണ്ടെങ്കിൽ എറർ കാണിച്ചു, റിസൾട്ട് സീൽ ചെയ്യുന്ന പോലെ തന്നെ റൺ ചെയ്യുമ്പോഴെങ്ങനെ റിസൾട്ട് കാണുള്ളൂ. പക്ഷെ ഇതില് നമുക്ക് ഓരോ ലൈനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കൈയോടെ കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് Python can be used as a scripting language as a language for implementing web application. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിം നമ്മൾ തെറ്റിയടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് കാണിക്കും അല്ലേ, ഇൻകറക്റ്റ് യൂസർ നെയിം ആണ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് പാസ്വേഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ആ സമയത്ത് പേജ് മാറിപ്പോവില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യം എന്നുണ്ടെങ്കിൽ വേറെ പേജിലേക്ക് പോയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് എക്സിക്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ പേജിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കാതെ അതിൻ്റെ ഉത്തരം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇൻകറക്റ്റ് പാസ്വേഡ് അതിൻ്റെ ഒരു പേജിന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പൈത്തൺ കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കാര്യമാണ് എക്സ്റ്റെൻഡിങ് പൈത്തൺ വിത്ത് C or C++ can help in the performance of intensive tasks where speed of execution is a key criterion. അതായത് എന്താ, സീനും C++ഉം ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ എല്ലാതും നല്ലതിന് വേണ്ടിയിട്ടാണ്. ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. പക്ഷെ ഇതിനപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബാക്കിയുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ എക്സിക്യൂഷൻ സാധിക്കും. കുറച്ചും കൂടി സ്പീഡിൽ എക്സിക്യൂഷൻ സാധിക്കും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേഗം നമ്മുടെ ഈ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിയും, അത്രയും വേഗം റിസൾട്ട് കിട്ടും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്, അതായത് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ആണ് ഇതിൻ്റെ മെയിൻ ഈ വാക്ക് എന്തോ വെള്ളി പോവാണ്, നിങ്ങൾ പുറത്തു പോയി പറയണ്ട, കീ ക്രൈറ്റീരിയൻ. അതായത് അതിൻ്റെ ഏറ്റവും മെയിൻ കീ എന്താണ്, ഏറ്റവും ഇത് ഉണ്ടാക്കിയ ആളായാലും ഗൈഡോ വാൻ റോസൻ ആയാലും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, എത്രയും വേഗം നമുക്ക് റിസൾട്ട് കിട്ടണം. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് ആൻസർ കിട്ടണ പോലെ എത്ര പെട്ടെന്ന് ആ പ്രോഗ്രാം നമുക്ക് ചെയ്ത് കഴിയാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്പീഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കീ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത്, പൈത്തൺ സപ്പോർട്ട്സ് മെനി ഫീച്ചേഴ്സ് സച്ച് ആസ് നെസ്റ്റഡ് കോഡ്, ബ്ലോക്ക്, ഫംഗ്ഷൻ, ക്ലാസ്, മൊഡ്യൂൾ, പാക്കേജ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിനും ഉള്ളത് തന്നെയാണ്. ഒരുപാട് ഫീച്ചർ ഉണ്ട്, നെസ്റ്റഡ് കോഡ് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഇത് ബാക്കിയുള്ള ലാംഗ്വേജിനുണ്ട്, അതുപോലെ തന്നെ ഈ ലാംഗ്വേജിനുണ്ട്. അത് അതിൻ്റെ ഫീച്ചറായിട്ട് പറഞ്ഞേക്കണമെന്നുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, പൈത്തൺ മേക്സ് യൂസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച്. നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. എന്നാലും നമുക്കൊന്ന് തുടർന്നുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലും പഠിക്കാം. ഊപ്സ് കോൺസെപ്റ്റ് എന്നാണ് പറയുക അതിന്. അത് ഒരു പ്രത്യേകതയാണ്. പൈത്തൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് C++നുണ്ട്, ജാവയ്ക്കുണ്ട്, പൈത്തനുണ്ട്. എല്ലാത്തിനും അത് അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. ഇനി ബാക്കി ലാംഗ്വേജസിനില്ലാത്ത ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ലാംഗ്വേജും ഇതിൻ്റെ ഫീച്ചറായിട്ടും പറയാം. അതിൽ ഈ സ്പീഡ് എന്നുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാ ലാംഗ്വേജിലും ഉപയോഗിക്കുന്നതാണ്. ഇതല്ലാതെ ഒരു 3 ക്രൈറ്റീരിയ അല്ലെങ്കിൽ 3 ഫീച്ചർ ഉണ്ട്. അതിൽ ആദ്യത്തെയാണ്, ഇറ്റ് ഹാസ് മെനി ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് സച്ച് ആസ് സ്ട്രിംഗ്, ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറി. അതായത് ബാക്കിയുള്ള ലാംഗ്വേജിനേക്കാളും കുറച്ചും കൂടി ഡാറ്റ ടൈപ്സ് ഇതിനുണ്ട്. സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രോഗ്രാമിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കുറച്ചും കൂടി എളുപ്പമാണ് ബാക്കിയുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച്. വളരെ സമയം കുറവിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെയാണ്, ഇറ്റ് സപ്പോർട്ട് മെനി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഇഫ് എൽസ് ഇഫ് ഐട്രേറ്റീവ്. അതായത് എല്ലാ ലൂപ്പ് സ്റ്റേറ്റ്മെന്റും എല്ലാത്തിനും ഉണ്ട്. കുറച്ചും കൂടി എളുപ്പമാണ് ഈ PHP അല്ല, പൈത്തണിന്റെ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി മൂന്നാമത്തെയാണ്, ഇറ്റ് അലൗസ് ഫോർ ഈസിയർ പ്രോഗ്രാമിംഗ് വിത്ത് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ, ക്ലാസ്, മൊഡ്യൂൾ, പാക്കേജ്. ഇതൊക്കെ C++നുണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഈ പാക്കേജ് മൊഡ്യൂൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ പാക്കേജ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പോൾ. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ബാക്കി ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി നല്ലതാണ് ഈ പൈത്തണിൽ. അതിൽ മെയിനായിട്ടുള്ള കാര്യം ഇതാണ്, സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾസ്, അതുപോലെ ഡിക്ഷണറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി ഈസിയാണ്. അതുപോലെ ഈ മൊഡ്യൂളും പാക്കേജൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ.